ഹായ് ഡിയേഴ്സ്. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ളോഗിൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു ഷോപ്പുള്ളതും ഞാൻ അവിടേക്ക് ഈവനിങ് പോകുന്നതും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ കാണുന്ന ആളെ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവളെ ഞങ്ങൾ തറവാട്ടിലാണ് ആക്കിയിട്ടുള്ളത്. ഫുഡ് കൊടുക്കാനൊക്കെ ഞാനും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് മാറി അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് നേരെ നമ്മുടെ അമ്മയുടെ കടയിൽ വന്നാൽ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും. കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കല്ല, അമ്മ കട്ടൻ ചായ ഉണ്ടാക്കി തരും, ഞാനത് കുടിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ ചിക്കൻ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കട്ടൻ ചായയും ചിക്കൻ കട്ട്ലേറ്റും കഴിക്കും. വിഷ്ണുവിൻ്റെ കടയിലുള്ള സമയത്ത് പുറത്തുനിന്ന് ചായ കുടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ചായ കുടിക്കാറില്ല. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് അടിച്ചിട്ട് ഇങ്ങോട്ട് വരും. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ കട്ടൻ ചായയും ചിക്കൻ കട്ട്ലേറ്റും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവം നമ്മുടെ കടയിലത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാന്താരി മുട്ട എന്നാണ് പറയുക. ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇതിൽ നമ്മുടെ മുട്ട ഇങ്ങനെ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം നെല്ലിക്കും കാന്താരി മുളകൊക്കെ അരച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കും. ഒരു മസാല അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കും. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം എരിവും ഒരു പ്രത്യേകതരം രുചിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അത്ര എരിവൊന്നും പറ്റില്ല, കാരണം എൻ്റെ വയറ് ഭയങ്കരമായിട്ട് മറിഞ്ഞെടുക്കും. പക്ഷേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ഇനി ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 10-100 ആൾക്കാർ. അങ്ങനെയല്ല, എന്നാലൊരു 10, 20, 30 ആൾക്കാരോളം വരാറുണ്ട്. നമുക്കതൊക്കെ വലുതാണല്ലോ. നമ്മളിങ്ങനെ ടൗണിൽ നിന്ന് മാറി ഒരു കടയിടുമ്പോൾ നമ്മുടെ കടയിൽ വരുന്ന 10 കസ്റ്റമർ ആണെങ്കിലും നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പം അങ്ങനെ. അപ്പം നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ഒരു ചെറിയ കടയിലാണ് എൻ്റെ അമ്മയുടെ ഈ ചായ, ജ്യൂസ്, സ്നാക്സൊക്കെ കച്ചവടം നടക്കുന്നത്. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എന്നിങ്ങനെ ഒരു ചെറിയ ഷോപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങൾ ഇത്രയും വലുതായിട്ട് വരെ എൻ്റെ അമ്മ ഇതുവരെ ഒരു വർക്കിനും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് അമ്മയ്ക്ക് ഓക്കെ 10 രൂപ ഉണ്ടാക്കാം ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കടയോട് കൂടിയിട്ടാണ് അത് നടന്നത്. ഇനി ഞാൻ അമ്മയെ സംസാരിക്കാനാണ് ഇപ്പോൾ തല്ലുകൂടാന്ന് തോന്നണ്ട. എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയൊക്കെ ആവും. അതാണ് അമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണത്. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് അമ്മ നമ്മുടെ കാന്താരി മുട്ട വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, മുട്ട ദേ നടുകീറി അതിൻ്റെ ഉള്ളിൽ ഈ ചമ്മന്തി, അരച്ച് വെച്ച ചമ്മന്തി മിക്സ് ചെയ്തു. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം നമ്മുടെ കടയിലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം അമ്മ ഷെയർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇത് സെപ്പറേറ്റ് ഇടാം. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അച്ഛൻ്റെ തൊട്ട് മുന്നിൽ അച്ഛൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു തട്ടുണ്ട്, അവിടേക്ക് ഇറങ്ങി. അവിടെ നല്ല അടിപൊളി ഞാവലും റംബൂട്ടാനും പേരയ്ക്കും മാംഗോയും ആപ്പിളും അങ്ങനെ പല ഐറ്റംസ്. ഇപ്പം ഈ ഞാവലിൻ്റെ റംബൂട്ടാൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഇത് നല്ലപോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഓരോ റംബൂട്ടാൻ എടുത്ത് കഴിക്കും. എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാവൽ എനിക്ക് കുറച്ച് കഴിക്കാനാണ് ഇഷ്ടമുള്ളൂ, കാരണം നാവിൽ കറ പിടിക്കുന്നതുകൊണ്ട്. ഞാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ കറ പിടിക്കുന്ന ഒരു ഇതായതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഒരു ഒരു എന്താ പറയാ, കുറേ കഴിക്കാൻ എനിക്ക് അത്രയും ഇത് തോന്നാറില്ല. കാണുമ്പോൾ ഭയങ്കര കൊതിയൊക്കെ തോന്നും. എന്നാലും ആ ഒരു കൊതി മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു 4-5 എണ്ണമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അച്ഛൻ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് ഇതെന്നല്ല, അച്ഛൻ എന്ത് കച്ചവടം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഭയങ്കരമായിട്ട് അത് അടുക്കി പെറുക്കി വെക്കാറുണ്ട്. അപ്പോൾ ദേ അമ്മ കാന്താരിമുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കവറിലാക്കിയിട്ട് ഇതേപോലെ അത് ഒട്ടിച്ച് വെക്കും. അപ്പോൾ ഈ ഒരു സെറ്റായിട്ട് ചോദിക്കുന്നവർക്ക് അത് അപ്പോൾ എടുത്തു കൊടുത്താൽ മതി. ചിലപ്പോൾ അമ്മ വല്ല ജ്യൂസ് അടിക്കുക ചായ ഉണ്ടാക്കി ആ സമയത്തൊക്കെ ആവും ചിലപ്പോൾ കസ്റ്റമേഴ്സ് വന്ന് കാന്താരിമുട്ട ചോദിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഇത് പറ്റില്ല. അപ്പം അമ്മ ഇത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെക്കും. അപ്പം അങ്ങനെ പോവും. ഇതിന് മുന്നിൽ ഒരു തട്ടുകടയുണ്ട്, അതിൻ്റെ മേമയുടെയാണ്. അപ്പോൾ മേമയുടെ കടയിലും കാന്താരിമുട്ട വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ. എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ബൈ.